ഹലോ ഡിയർ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുരക്ഷിതരാണോ എല്ലാവരും? ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് മുളപ്പിച്ച ചെറുപയർ കൊണ്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. ഇപ്പോൾ മുളപ്പിച്ച പയർ നമ്മൾ സലാഡെല്ലാം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്ക്, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ ചേട്ടനും മക്കൾക്കെല്ലാം ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ പയർ മുളപ്പിക്കാൻ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. അപ്പോൾ അറിയില്ലാത്തവർ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പയർ മുളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പയർ നന്നായിട്ട് മുളച്ചിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിത് മിനിഞ്ഞാന്ന് കുതിർത്തിയിട്ട് ഇന്നലെ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി ഇതുപോലെ ഒരു ഓട്ടപാത്രത്തിലേക്ക് ഇട്ട് വെച്ചതാണ്. ഇതുപോലെ ടിഷ്യൂ ഇട്ടിട്ട് നമുക്ക് ഈ ടിഷ്യൂ ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാം. നല്ലൊരു കോട്ടൻ്റെ തുണി ഇട്ടാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ ടിഷ്യൂ എല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇനി നമുക്കൊരു പാൻ ചൂടാകാൻ വെക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുകും ജീരകവും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ചുവന്നുള്ളി കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പകുതി സവാള അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ചതച്ച മുളക് കൂടി ചേർത്ത് കൊടുക്കുക. എരിവ് കുറഞ്ഞ ചതച്ച മുളകാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മുളപ്പിച്ച പയർ കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുനീര് ഒഴിച്ചു കൊടുക്കുക. ഇത് അടച്ചു വെച്ച് വേവിക്കുകയൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് കുക്കായി കിട്ടും. പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം അല്ലാതെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. മൂടി വെക്കരുത്. ഇതിൻ്റെ ഉപ്പൊക്കെ പാകമാണോ നോക്കാം. അപ്പോൾ പാകത്തിന് വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം.
പയർ കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ ഇവിടെ കുട്ടികൾ കാർട്ടൂണൊക്കെ കണ്ടിരിക്കുന്ന ടൈമിൽ അവർക്ക് കൊടുത്താൽ അവരിരുന്ന് കഴിച്ചോളും. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്, ഇഷ്ടപ്പെടാതിരിക്കില്ല. പിന്നെ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്